നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പ്രതി. 25 വയസ്സുള്ള പുനലൂർ മണിയാർ സ്വദേശിയായ ഷാഹിൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ. ഇവൻ 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ഒരു ദിവസം വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നതാണ് കേസ്. ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വീട്ടുകാർക്ക് തോന്നിയ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയെ വിശദമായി ചോദ്യം ചെയ്യുകയും പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെക്കുറിച്ച് വിവരം കിട്ടുകയും അങ്ങനെ അഞ്ചൽ പോലീസിൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതി കൊടുക്കുകയുമായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഷാഹിൻ എന്ന് പറയുന്ന 25 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഇൻസ്റ്റ എന്ന പേരിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമായി അറിയപ്പെടുന്ന ഇൻസ്റ്റഗ്രാം വഴിയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രണയങ്ങളും അതുപോലെ ഒളിച്ചോട്ടങ്ങളും അതുപോലെ തന്നെ പീഡനങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഈ മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ കഴിയുന്നതും ഈ ഇൻസ്റ്റ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ആ സാധനത്തിനെ ആ മൊബൈലിൽ നിന്ന് ഒഴിവാക്കി മൊബൈൽ ഈ കുട്ടികൾക്ക് കൊടുത്താൽ ചിലപ്പോൾ ഈ കുട്ടികൾ ഒന്ന് മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് പലതരത്തിലുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഇൻസ്റ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. എന്തായാലും ഈ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട ഈ 15 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കുറ്റത്തിന് ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് റിമാൻഡ് ചെയ്തു. ഏകദേശം 90 ദിവസമെങ്കിലും കഴിയാതെ ഈ ആളിനെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിയമത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ തെറ്റുകാരനാണ്. പക്ഷേ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നമ്മളാരുമല്ല, മറിച്ച് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇതുപോലുള്ള കേസുകളിലും മറ്റും പെട്ടുപോയി നിങ്ങളുടെ ജീവിതം തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇതുപോലുള്ള കേസുകൾ ചെന്ന് പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഭാവി ഇത്തരത്തിലുള്ള കേസുകൾ ചെന്ന് പെട്ടാൽ ഇരുളടഞ്ഞു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പലവട്ടം നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭാവിയെയും കുറിച്ച് നിങ്ങൾ ആലോചിക്കണം എന്ന് മാത്രം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.